ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഏവർക്കും ഈശോയുടെ നാമത്തിൽ POFN ധ്യാന കേന്ദ്രത്തിലേക്ക് സ്നേഹപൂർവം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാ മക്കൾക്കും സ്വാഗതം. നമുക്ക് ഈ പുലർകാലത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നുകൊണ്ട് ഒരു വചനം ശ്രവിച്ചുകൊണ്ട് തുടങ്ങാം. പ്രഭാഷകൻ 11:27. ജ്ഞാനം എളിയവനെ പ്രഭുക്കന്മാരുടെ തലത്തിലേക്ക് ഉയർത്തുന്നു, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് ആരെയും അവഗണിക്കുകയും അരുത്. ഇതൊരു നല്ല വചനമാണ്. ജ്ഞാനം, വിജ്ഞാനം, ഇൻറ്റ്യൂഷൻ, ബൗദ്ധിക തലമല്ല, ബുദ്ധിയുടെ തലമല്ല. ഒരുത്തനെ ഒരുവളെ പ്രഭുക്കന്മാരുടെ തലത്തിലേക്ക് ഉയർത്തുന്നത് എന്താണ്? ജ്ഞാനമാണ്, ഇൻറ്റ്യൂഷനാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമാണെന്ന് അറിയാമല്ലോ. അതിനായിട്ട് പ്രാർത്ഥിക്കുക. ഏത് ബലഹീനനെയും ഏത് എളിയവനെയും പ്രഭുക്കന്മാരുടെ തലത്തിലേക്ക് ഉയർത്തുന്ന വചനം പറയാം. മറ്റൊന്ന് അഴക്. അഴകിന് അമിതമായ വില കൽപ്പിക്കേണ്ട. അഴകില്ലെന്നോർത്ത് ഒരുവനെ ഒരുവളെ തിരസ്കരിക്കുകയും അരുത്. എന്താണ് അഴക്? ബാഹ്യമായി കാണുന്നതാണോ അഴക്? അല്ല, ഹൃദയത്തിൻ്റെ അഴക് നോക്കണം. ഈശോ അങ്ങനെയല്ലേ? എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഒരുവൻ വെളുത്തവനോ കറുത്തവനോ, ആഠ്യനോ അധകൃതനോ, എല്ലാം ഈശോ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. നമ്മൾ ഈ പാഠം ഉൾക്കൊള്ളുക. പ്രഭാഷകൻ ആ വചനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു സ്തുതിയൊലിയിൽ നിന്ന് ആരംഭിച്ചാലോ? സ്തുതി ഒരു അത്ഭുതമാണ്, അടയാളമാണ്. പല കുടുംബങ്ങളും രക്ഷപ്പെടുന്നത് ഈ സ്തുതി കൊണ്ടാണ്. അവരിവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വ്യാഴാഴ്ചകളിൽ പുലർകാലത്ത് എഴുന്നേറ്റ് ആദ്യത്തെ പണി എന്താ? നിൻ്റെ സൃഷ്ടാവും ദൈവമായ കർത്താവിനൊരു സ്തുതി ചൊല്ലുക. ഒപ്പം നിന്നെ ഏൽപ്പിച്ച ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അവർക്കൊക്കെ ഈശോയുടെ നാമത്തിലൊരു സ്തുതി ചൊല്ലുക. അത്ഭുതം നടക്കാതിരിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ തന്നെ ഒരു വിടുതലുണ്ട്. നമുക്ക് നന്ദി പറഞ്ഞാലോ? ഈ പുലർകാലത്ത് വെളുപ്പിന് 3 മണിക്ക് ഉണർന്ന് എല്ലാവരോടും ചേർന്ന് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ കിട്ടിയ ഭാഗ്യം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാം നിൻ്റെ ദാനമാണ്, നന്ദി. ശാന്തമായ ഒരു സായങ്കാലം, ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം, പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാൻ കിട്ടിയ അനുഗ്രഹം. നന്ദി ഈശോയെ. നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം. അപൂർവമാണ് കൈകെട്ടി ഈശോയുടെ നൊവേന. പക്ഷേ ഈശോ പറയുന്നു, നിൻ്റെ കെട്ടഴിക്കാനാണ് ഞാൻ കെട്ട് ഏറ്റുവാങ്ങിയതെന്ന്. എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കെട്ട് ഉള്ള മക്കളെ എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്നേ. തലയിൽ മുൾക്കിരീടമൊക്കെ അണിയാൻ ആഗ്രഹിക്കുന്നവരെടുത്ത് അണിഞ്ഞ്, മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തിക്കേ. നല്ലതാണ്. കർത്താവിൻ്റെ സഹനത്തെ നമ്മളെ ശരീരത്തോടൊന്ന് ചേർത്ത് വയ്ക്കുന്ന നിമിഷമാണിത്. മറക്കണ്ട, വലിയ അനുഗ്രഹം കിട്ടും. നമുക്ക് 3 നിയോഗങ്ങൾ വയ്ക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ നിയോഗം, എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവ് തരുന്നൊരു പ്രചോദനമാണത്. പ്രത്യേകിച്ച് യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അപകടം, ആപത്ത്, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ നീളുന്നു മനുഷ്യൻ്റെ ദുരന്തങ്ങൾ. നമ്മളെക്കാൾ ബലഹീനരായിട്ടുള്ളവരൊക്കെ എടുത്ത് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കൈകളിലേക്കൊന്ന് കൊടുക്കാം. എല്ലാവരും സന്തോഷിക്കട്ടെ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. എങ്കിൽ നമുക്ക് കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ലാം. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ.
സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പ. ഈശോയുടെ സ്നേഹമുള്ള കരുണാർദ്രമായ ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ആ നോട്ടം മതി ഇന്ന് നിനക്ക് നിൻ്റെ ജീവിതത്തിന് വിജയം കിട്ടാൻ. രണ്ടാമത്തെ നിയോഗത്തിനായിട്ട് ഒരുങ്ങാം. ആഗോള കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഒരു കടുകുമണിയിൽ നിന്ന് പടുവൃക്ഷങ്ങളിലേക്കുള്ള ഒരു വളർച്ചയാണ്. പുതിയ പാപ്പ ലിയോ 14 കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങൾ എല്ലാവരും നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ല്: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ നോക്കാം. ഇനി നമ്മളെ ഊഴമാണ്. ഈ പുലർകാലത്ത് എഴുന്നേറ്റ് ഈ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കും, ഒരു അഴിയൽ സംഭവിക്കും, ഒരു ഭാരമെടുത്ത് മാറ്റും. വിശ്വസിക്കുക. എന്തൊക്കെയാണ് നിൻ്റെ ഭാരങ്ങൾ? മാരകരോഗമുണ്ടോ? മനസ്സിൻ്റെ സമ്മർദ്ദമുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളുണ്ടോ? മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ടോ? അവിടെ പരീക്ഷ, ഇൻ്റർവ്യൂ, വിസ, വിദേശയാത്ര, വിവാഹം. ഒരു ഭവനം വേണമോ? ഒരു തുണ്ട് ഭൂമി വേണമോ? ഭവനം പണി തുടങ്ങി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? എന്താണ് നിൻ്റെ കെട്ടുകൾ? സർവോപരി നിനക്ക് ഈശോയെ സ്നേഹിക്കണം, ശുശ്രൂഷ ചെയ്യണം. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തും ആയിക്കോട്ടെ, അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തേ. വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടി ചൊല്ലിക്കേ: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് സാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. ഒരു രോഗസൗഖ്യം ഇപ്പോൾ നടക്കുക. നന്ദി പറ. മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടുപോവുകയാണ്. നന്ദി പറ. മനസ്സിനും കാലുകൾക്കൊക്കെ ബലം കിട്ടിയിരിക്കുന്നു. നന്ദി പറ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്ത് കിട്ടിയിട്ടുണ്ട്. നന്ദി പറ. ഈശോയെ പ്രഘോഷിക്കാനുള്ള വലിയൊരു വിളി കിട്ടിയിട്ടുണ്ട്. നന്ദി പറ. കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കാൻ പോകുന്നു. അവിടെ ജോലി തരപ്പെടാൻ പോകുന്നു. നന്ദി പറ. ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈശോയോട് പറ: ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർവയൽ എന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന PO ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കുടുംബത്തോടെ കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും അനേകം മക്കളുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ. അങ്ങനെ ഈശോയ്ക്ക് ഒരു മഹത്വം കൊടുക്കുമെന്ന് പറ. നിങ്ങളുടെ കെട്ടുകളും തടസ്സങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ഈ പുലർകാലം നല്ലതാണ്. ഈശോയിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാം. എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 ശുശ്രൂഷ ആരംഭിക്കുന്നു. ഒരിക്കൽ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, സ്നേഹവിരുന്ന്, ദിവ്യബലി, കൗൺസിലിംഗ്, കുമ്പസാരം. അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീച്ചോടുള്ള നൊവേന, നിയോഗത്തോടെ ആരാധന, അഭിഷേകം. കെട്ടുവീണ എല്ലാ മക്കൾക്കും സ്വാഗതം. കെട്ടുകൾ അഴിച്ചുകൊണ്ട് അനേക മക്കൾ സന്തോഷത്തോടെ പോകുന്നു. നാളെ നീ തന്നെ ആയിരിക്കട്ടെ, നിൻ്റെ കുടുംബമായിരിക്കട്ടെ ആ സ്ഥാനത്ത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ അറിയുന്നവരാരും ഇല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് ആരും പറയണ്ട.
കടന്നു വരിക. ഈശോയിൽ നിന്ന് വലിയ സന്ദേശങ്ങൾ എടുത്ത് തരും. നിങ്ങളെ കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും സ്വാഗതം ചെയ്യട്ടെ. ഒരനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ചേർന്ന് നിന്ന് കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെ, നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.